ഗായ്സ്, ഈ ചിന്താവിഷ്ടയായ ശ്യാമളെ പോലെ ഈ ഇരിക്കുന്ന പെൺകുട്ടി ഞങ്ങളുടെ വാടക വീട്ടിൽ പുതിയതായി താമസിക്കാൻ വന്ന ഒരു പുതിയ താമസക്കാരിയാണ്. പേര് ചന്ദ്ര. പേരിലെ ചന്ദ്രയും പഴയ രമണൻ എന്ന കവിതയിലെ ദുരന്ത പ്രണയ കഥയിലെ നായികയുമായ ചന്ദ്രികയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വളരെ ഗഗനമായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ ചന്ദ്രികയുടെ മനസ്സിലെ രമണനെ പുറത്തു കൊണ്ടുവരാമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ കാത്തിരിക്കുക. ഈ ഇരിപ്പും ആലോചനയൊക്കെ കണ്ടപ്പോ വെറുതെ ഒന്ന് എടുത്തു നോക്കിയതാ. സത്യത്തെ ആലോചിച്ചത് രമണനെ കുറിച്ച് തന്നെയാണോ? അതെ. അങ്ങനെ വരട്ടെ. ആരാ ആള്? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്നിട്ട് എന്തിനാ റീൽസ് ചെയ്യാനാ? ഞാൻ പുറം ലോകം കാണാതെ രഹസ്യമായിട്ട് വന്ന് നിക്കുന്നോളാ. എന്നെ ചുമ്മാ വൈറലാക്കൂ. കല്യാണം കഴിഞ്ഞ് കെട്ടിയവനായിട്ട് തെറ്റിപ്പിരിഞ്ഞപ്പോ ഒരു രസത്തിന് തുടങ്ങിയത് റീൽസ് പരിപാടിയൊക്കെ. മെച്ചമുണ്ടോ? നല്ല കണ്ടന്റുകൾ കിട്ടണം. അതിനെപ്പോഴും നമ്മൾ ക്യാമറ ഓണാക്കിക്കൊണ്ട് നടക്കണം. ഹലോ, നീ ഇതെവിടെയാ? ഞാൻ ഏട്ടന്റെ ഒരു പരിചയക്കാരന്റെ വീട്ടില്. നിന്റെ ചേട്ടൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവിടത്തെ ജോലിയും വെച്ചുകൊണ്ട് നിന്റെ അച്ഛനോട് അംഗം വെട്ടി ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. നീ എന്തിനാ ഏട്ടനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കി വന്നിരിക്കുക ഏട്ടൻ. കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ശരിയാക്കാനുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. ശരിയായ നമുക്ക് വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് പോവാം. എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ. അതിനെന്താ വഴി? നമുക്ക് നാളെ കാണാം. ഞാൻ വിളിക്കാം. നിനക്ക് എവിടെയാ വരാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ വരാം. ശരി, നാളെ കാണാം. അപ്പോ രമണൻ തന്നെയല്ലേ? അതെ. എന്താ രമണന്റെ പേര്? പ്രകാശ്. ഡോക്ടറാ. പുളിങ്കമാണല്ലേ? ആ പുളിങ്കൊമ്പിന് ബലമില്ലെന്നും പറഞ്ഞ എന്റെ അച്ഛൻ എന്നെ കൊണ്ട് മറ്റൊരു കല്യാണത്തിന് നിർബന്ധിക്കുന്ന. പക്ഷേ ഞാൻ പ്രകാശിനെ കെട്ടു. അങ്ങനെ വേണം പെണ്ണുങ്ങളായ. അച്ഛനോട് പോകാൻ പറ. ഒന്നുമില്ലെങ്കിലും അതിനൊരു ഡോക്ടറല്ലേ. ഒരു ക്ലിനിക്ക് ഇട്ടാലും നിങ്ങൾക്ക് ജീവിക്കാമല്ലോ. പാരസെറ്റാമോളിന്റെ ഗുളിക മാത്രം എഴുതി കൊടുത്ത് ജീവിക്കുന്ന എത്ര ഡോക്ടേഴ്സിനെ എനിക്കറിയാം. രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടാൻ പോയതാ. അപ്പോഴേക്കും അച്ഛൻ വന്നു. ഏട്ടനുള്ളത് കൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവനോടെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നത്. തനിക്ക് കൂട്ടായിട്ട് ഏട്ടനെങ്കിലും ഉണ്ടല്ലോ. എന്റെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു. എനിക്കൊരു പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. സ്വപ്നമേ നടന്നുള്ളൂ. പിന്നെ കല്യാണം. പുള്ളിക്കാരന്റെ മുടിഞ്ഞ സംശയം. ഒടുവില് യോജിച്ചു പോയില്ലെന്ന് മനസ്സിലായപ്പോ ഞാനിങ്ങ് പോന്നു. വന്നു കേറുന്നവരൊക്കെ ആ ഫോട്ടോ ആയിരിക്കണം ആദ്യം കാണേണ്ടത്. അടുത്തൊരു ആഘോഷത്തിനെ ഇനി ഞാൻ ഇല്ലെങ്കിലേ എന്റെ ഒരു സാന്നിധ്യം ഈ വീട്ടിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവുമല്ലോ. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നേ? അച്ഛൻ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരു 100 വയസ്സ് കഴിഞ്ഞേ അച്ഛൻ മരിക്കുള്ളൂ. അതുപോരെ? എടാ മക്കളെ, നിങ്ങളോടൊപ്പം ജീവിക്കാനേ ഈ അച്ഛന് 100 വയസ്സ് പോരടാ. അത്രത്തോളം ആഗ്രഹമാ ഈ അച്ഛന് നിങ്ങളോടൊപ്പം കഴിയാനായിട്ടെ. അതുകൊണ്ടാ ഈ ചെറിയ സന്തോഷങ്ങളൊക്കെ വലിയ വലിയ സന്തോഷങ്ങളാക്കി അച്ഛൻ മാറ്റാൻ ശ്രമിക്കുന്നതേ. ആയുസ് തീരാറാവുമ്പോ മനുഷ്യന്റെ ആഗ്രഹങ്ങളൊക്കെ കൂടുമെന്ന് പറഞ്ഞു കേൾക്കാറില്ലേ? ചിലപ്പോ അതായിരിക്കും കാര്യം. എന്തുവായാലും ശരി, നാളത്തെ ചടങ്ങ് ഗംഭീരാക്കണം. നാളെ ഇവിടെ എന്താ അച്ഛൻ നടക്കാൻ പോകുന്നേ? നാളെ ഇവിടെ ഗംഭീര പരിപാടിയിൽ നടക്കാൻ പോകുന്നേ. അച്ഛന്റെ അമ്മയുടെ കല്യാണത്തിന് മക്കൾ ഉപ്പുളമീന്നൊക്കെ കേട്ടിട്ടില്ലയോ? നാളെ അത് നമുക്കിവിടെ നേരിട്ട് കാണാൻ പറ്റും. ഉപ്പോ അതാര് വിളമ്പും? അതെന്തിനാ വിളമ്പുന്നത്? അതൊക്കെ ഉണ്ട്, മക്കള് കണ്ടോ. പിന്നെ ഇന്നേ നിങ്ങൾ രണ്ടുപേരും എന്റെ ഭാമയുടെ കൂടെ കിടക്കുന്നേ. അയ്യോ, അപ്പൊ ഞങ്ങൾ അമ്മയോടൊപ്പം കിടക്കണ്ടേ? അതൊന്നും വേണ്ട,
ആ ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോടൊപ്പം കിടന്നാൽ മതി കേട്ടോ. കാരണേ നാളെ നമ്മളിവിടെ ആഘോഷിക്കുന്ന വെഡിങ് ആനിവേഴ്സറിയെ ശരിക്കൊരു കല്യാണം പോലെ നടത്തുന്നേ. ആ സത്യമേ എന്താ രാഘവേട്ട, ശാലിനിക്ക് നാളെ ഓഫീസിൽ എന്തൊക്കെയോ ജോലി തിരക്കുകളുണ്ട്. ഇത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആഘോഷിച്ചാ പോരെ? അതൊന്നും പറ്റത്തില്ല. ഞാൻ എല്ലാം വിളിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാ. ഇതിന് ഇനി എന്തെങ്കിലും മാറ്റം വന്നാ എന്നെ പിന്നെ നിങ്ങളത് കാണത്തില്ല കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാനേ അത്രയ്ക്ക് ആഗ്രഹിച്ച് നടത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെ. എന്റെ മക്കളുടെ കാര്യങ്ങള് ഞാനല്ലാതെ പിന്നെ ആരാ നടത്തുന്നേ?